ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളതാ അങ്ങനെ സൺഡേയിലെ കുർബാനയൊക്കെ കഴിഞ്ഞ് നേരെ നമ്മൾ ട്രൂറോ മാളിലുള്ള സ്പൈസി പർമോളിക്കാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ട്രൂറോ മലയാളീസൊക്കെ ബിസിനസ്സിലേക്ക് കാലെടുത്ത് വെക്കുന്നതിന് മുന്നേ തുടങ്ങിയ ഒരു സംരംഭമാണ് ഈ ഒരു സ്പൈസി പ്രമോ. റോബിൻ റോക്കി എന്ന് പറയുന്ന മലയാളി, അദ്ദേഹത്തിൻ്റെ വളരെ നാളത്തെ സ്വപ്നം, അതെല്ലാം നമുക്ക് ഫുഡ് ഓർഡർ ചെയ്യുന്ന സമയം മുതൽ നമുക്ക് ഫുഡ് ഉണ്ടാക്കുന്ന ആ ഒരു സമയത്തും അതുപോലെ ഫുഡ് നമുക്ക് പാക്ക് ചെയ്യുന്ന സമയത്തൊക്കെ നമുക്ക് കാണാൻ പറ്റും. ഇൻഡോ ഇറ്റാലിയൻ ഡിഷസിൻ്റെ ഒരു കോമ്പിനേഷനാണ് എപ്പോഴും ഇവിടെ സെർവ് ചെയ്യുന്നത്. പക്ഷേ ഇന്നത്തെ സ്പെഷ്യൽ എന്ന് പറഞ്ഞിട്ട് ഒരു സ്പെഷ്യൽ ഇന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ സ്പൈസി പെർമോ റാപ്പാണ് നമ്മൾ ഓർഡർ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഒട്ടും പേടിക്കേണ്ട, നമുക്ക് നേരം പോകാനായിട്ട് അവിടെ ഫുഡ് പ്രിപ്പറേഷൻസ് നമുക്ക് കാണാൻ പറ്റും. ഇപ്പോൾ എന്തോ ഇറ്റാലിയൻ പാസ്തയാണെന്ന് തോന്നുന്നു ഉണ്ടാക്കിക്കൊണ്ടിരുന്നത്. അപ്പോൾ വളരെയധികം ഫാസ്റ്റായിട്ട് തന്നെ ഫുഡ് പ്രിപ്പറേഷൻസ് നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ സ്വന്തം മലയാളിയാണ് ഇങ്ങനെ ഇറ്റാലിയൻ ഫുഡൊക്കെ ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് തോന്നിയില്ല. കാരണം അത്ര അധികം പ്രൊഫഷണലായിട്ടായിരുന്നു. തീയൊക്കെ ഇങ്ങനെ കത്തി ശരിക്കും നമ്മളൊരു ഇറ്റാലിയൻ റെസ്റ്റോറൻറ്റിലൊക്കെ ചെന്ന ആ ഒരു ഫീലായിരുന്നു. ഇപ്പോൾ ഇവിടെ ചില ദിവസങ്ങളിൽ സ്പെഷ്യൽ മീൽസ് ഉള്ള ദിവസം ബിരിയാണിയൊക്കെ ഉണ്ടാക്കുമെന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു നമ്മുടെ അടുത്ത്. അപ്പോൾ അങ്ങനെ നമ്മൾ നോക്കിക്കൊണ്ട് നിൽക്കുന്ന സമയത്ത് തന്നെ ഇറ്റാലിയൻ പാസ്ത റെഡി ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇറ്റാലിയൻ പാസ്ത റെഡിയാക്കി അവർക്ക് സെർവ് ചെയ്ത് കഴിഞ്ഞപ്പോൾ തന്നെ നമ്മുടെ സ്പൈസി പെർമോ അദ്ദേഹം റെഡിയാക്കി തന്നു. അപ്പോൾ വളരെയധികം ബ്യൂട്ടിഫുള്ളായിരുന്നു ഈ ഒരു കാഴ്ച. കാരണം അത്രയധികം വളരെ താളാത്മകമായിട്ട് അദ്ദേഹം അങ്ങനെ ഫുഡ് ഉണ്ടാക്കുന്ന കുക്കിങ്ങിൻ്റെ ഒരു പ്രത്യേക ഭംഗി നമ്മൾ ആസ്വദിക്കുകയായിരുന്നു പുറത്ത് നിന്നുകൊണ്ട്. അപ്പോൾ അങ്ങനെ വളരെയധികം ഫാസ്റ്റായിട്ടും അതുപോലെ വളരെയധികം ഭംഗിയായിട്ടും അതുപോലെ നല്ല ക്ലീനായിട്ടുമാണ് അദ്ദേഹം ഫുഡ് ഇങ്ങനെ സെർവ് ചെയ്യാനും അതുപോലെ പ്രിപ്പറേഷൻസൊക്കെ അവിടെ നടക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ ബ്യൂട്ടിഫുള്ളായിരുന്നു ആ കാഴ്ച. അപ്പോൾ അങ്ങനെ നമ്മൾ വളരെയധികം ആസ്വദിച്ചു ആ ഒരു കാഴ്ച. അത് കഴിഞ്ഞിട്ട് നമ്മൾ പാക്ക് ചെയ്തിട്ടാണ് ഫുഡ് വാങ്ങിയത്. ഈ ഒരു റെസ്റ്റോറൻറ്റിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെ ചൈനീസ് റെസ്റ്റോറൻറ്റ്സും പിന്നെ ഫുഡ് കഴിക്കാനുള്ള ഫുഡ് കോർട്ടുകളൊക്കെ തൊട്ടപ്പുറത്തും ഉണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ നമുക്ക് ഇരുന്ന് കഴിക്കാനുള്ള വളരെ വിശാലമായിട്ടുള്ള സൗകര്യം അവിടെ തന്നെ ഉണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ഫുഡ് വാങ്ങിച്ചു കഴിഞ്ഞാൽ നമുക്ക് പാക്ക് ചെയ്ത് വാങ്ങിക്കണം എന്നില്ല, നമുക്ക് അവിടെ ഇരുന്ന് തന്നെ കഴിക്കാൻ പറ്റും. നമ്മൾ പക്ഷേ വീട്ടിൽ വന്നിട്ട് കഴിക്കാമെന്നുള്ള രീതിയിൽ നമ്മൾ പെട്ടെന്ന് തന്നെ വാങ്ങിച്ചിട്ട് പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് പോരുന്ന വഴിയിലുള്ള ലൈവ് പ്ലാന്റിൻ്റെ ഫ്രണ്ടിൽ നമ്മൾ പോസ് ചെയ്യാൻ മറന്നില്ല. അത് കഴിഞ്ഞ് ഞാൻ വണ്ടിയിൽ കയറാനായിട്ട് ഓടി വന്നപ്പോഴേക്കും അവർ പാക്കറ്റൊക്കെ പൊട്ടിച്ച് എല്ലാം അകത്താക്കി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് വേറൊരു ഓപ്ഷൻ ഇല്ലാത്തതുകൊണ്ട് തന്നെ നമ്മൾ വണ്ടിയിലിരുന്ന് തന്നെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചു, ആസ്വദിച്ച് തന്നെ കഴിച്ചു. സൂപ്പർ ടേസ്റ്റി ആയിരുന്നു. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. കീപ്പ് ഓൺ വാച്ചിങ് ഗ്രേസസ് സ്മോൾ വേൾഡ്. That's amazing. I love